ഒത്തിരി പേർക്കും അറിയാൻ താല്പര്യമുള്ളൊരു കാര്യമാണ്, ഞാനൊരു കമ്പനിയിൽ ജൂനിയർ അക്കൗണ്ടൻ്റായിട്ട് കയറുമ്പോൾ ഞാൻ എന്തൊക്കെയായിരിക്കും ചെയ്യേണ്ടി വരുന്നത്, എന്തൊക്കെയായിരിക്കും എൻ്റെ മേജർ റെസ്പോൺസിബിലിറ്റീസ്. അപ്പോൾ ഇവിടെ ഫിൻപ്രൂവിൽ ഞങ്ങൾ ഒത്തിരി കുട്ടികളെ കേസ് സ്റ്റഡികൾ വഴി പഠിപ്പിക്കുകയും അതുപോലെ തന്നെ ഇവരെ പല എംപ്ലോയീസിലേക്കും ഒരു പ്ലേസ്മെൻറ്റിന് വേണ്ടി വിടുന്നത് കൊണ്ട് ആ എംപ്ലോയീസ് നിങ്ങളുടെ അടുത്ത് നിന്ന് എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്നുള്ളത് വളരെ ക്ലിയറായിട്ട് ഞങ്ങൾ പറഞ്ഞു തരാം. എൻ്റെ പേര് ആനന്ദ് കുമാർ, ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ്, ഫിൻപ്രൂവിൻ്റെ ഫൗണ്ടറും സിഇഒയും ആണ്. അപ്പോൾ നിങ്ങളൊരു ജൂനിയർ അക്കൗണ്ടൻ്റായിട്ട് കയറുമ്പം നിങ്ങളുടെ അടുത്ത് നിന്നുള്ള ഏറ്റവും മേജർ ആദ്യത്തെ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് കറക്റ്റ് റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ കോളേജിലൊക്കെ എങ്ങനെ അക്കൗണ്ടിങ് പഠിച്ചത്? അതായത് നിങ്ങൾ ആദ്യം ജേർണൽ എൻട്രി ഇടുന്നു, പിന്നെ അവിടുന്ന് ലെഡ്ജറിലേക്ക് അത് പോസ്റ്റ് ചെയ്യുന്നു, പിന്നെ ട്രയൽ ബാലൻസ് ഉണ്ടാക്കുന്നു, ഈ ട്രയൽ ബാലൻസിൽ നിന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ഉണ്ടാക്കുന്നു അല്ലേ. പക്ഷേ നമുക്കറിയാം, ഇന്നത്തെ ലോകത്ത് എല്ലായിടത്തും ഏതെങ്കിലും ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ കാണും. അത് ടാലി ആവാം, സോഹോ ആവാം, അല്ലെങ്കിൽ SAP ആവാം, അതുപോലെ ഏതെങ്കിലും ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആവാം. ഇവിടെ നിങ്ങൾ കറക്റ്റായിട്ട് ആ എൻട്രി പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ തന്നെയാണ് ഓട്ടോമാറ്റിക്കായിട്ട് ലെഡ്ജർ പോസ്റ്റിംഗ് ചെയ്യുന്നതും ട്രയൽ ബാലൻസ് ഉണ്ടാക്കുന്നതും P&Lഉം ബാലൻസ് ഷീറ്റ് വരെ പ്രിപ്പയർ ചെയ്യുന്നത് ഈ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ കറക്റ്റായിട്ട് എന്താ ചെയ്യേണ്ടത്? കറക്റ്റായിട്ട് എൻട്രി ഇടാനായിട്ട് അറിയുക. ഈ എൻട്രി കറക്റ്റ് അല്ല, ഇത് തെറ്റിപ്പോയി കഴിഞ്ഞാൽ അങ്ങോട്ടുള്ള ഒത്തിരി കാര്യങ്ങളും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും എല്ലാം തെറ്റിപ്പോവും. അപ്പോൾ അക്കൗണ്ടൻറ്റിൻ്റെ മേജർ റെസ്പോൺസിബിലിറ്റി നമ്പർ 1, കറക്റ്റ് റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ്. ഇനി ഒരു അക്കൗണ്ടൻറ്റിൻ്റെ രണ്ടാമത്തെ മേജർ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് എൻഷുർ ടൈംലി ടാക്സ് ഫയലിംഗ് ആൻഡ് കംപ്ലയൻസസ്. നിങ്ങൾക്കറിയാം 100,000 റിട്ടേൺസ് ഉണ്ട്. GSTയുടെ റിട്ടേൺസ്, TDSൻ്റെ റിട്ടേൺസ്, TCSൻ്റെ റിട്ടേൺസ്, ആ റിട്ടേൺ, ഈ റിട്ടേൺ, ഇതെല്ലാം കറക്റ്റ് ടൈമിന് ഫയൽ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ഫൈനും പെനാൾട്ടിയും വരും. അതുപോലെ തന്നെ നിങ്ങളിനി ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു LLPയിലാണ് നിങ്ങൾ ഒരു ആദ്യത്തെ ജോലിക്ക് കയറുന്നതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ജോലിക്ക് കയറുന്നതെന്നുണ്ടെങ്കിൽ അവിടെ AOC 4, MGT 17, Form 8, Form 11 ഇങ്ങനെയൊക്കെ ഇഷ്ടം പോലെ റിട്ടേൺസ് വേറെ ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം കറക്റ്റ് ടൈമിന് നിങ്ങൾ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ, ഡിലേ ഇല്ലാതെ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞു, നല്ല ഫൈനും പെനാൾട്ടിയാണ് ഈ കാലത്ത് വരുന്നത്. അപ്പം നിങ്ങളെ ഇത് ചിലപ്പോൾ അവിടെ വന്ന് ഓർമ്മിപ്പിച്ച് തരാനായിട്ടും റിമൈൻഡ് ചെയ്യാനായിട്ടും ആരും ഉണ്ടായെന്ന് വരത്തില്ല. അപ്പോൾ നിങ്ങൾ ഈ റിട്ടേൺസ് കറക്റ്റ് ടൈമിന് ഫയൽ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ജോലി തന്നെ തെറിക്കും. കറക്റ്റ് ടൈമിന് ഈ റിട്ടേൺസ് ഫയൽ ചെയ്യാനായിട്ട് നിങ്ങളെ ചിലപ്പം ഓർമ്മിപ്പിക്കാനായിട്ട് ആരും ഉണ്ടായെന്ന് വരത്തില്ല. അപ്പോൾ നിങ്ങളുടെ ഒരു മേജർ റെസ്പോൺസിബിലിറ്റി നമ്പർ 2 എന്ന് പറയുന്നത് കറക്റ്റ് ടൈമിൽ ഈ സ്റ്റാറ്റ്യൂട്ടറി കംപ്ലയൻസ് റിട്ടേൺസ് ഫയൽ ചെയ്യുക എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ മേജർ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ബാങ്ക് റെക്കൺസീലിയേഷനാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വളരെ പരിചയമുള്ളൊരു ടോപ്പിക്കായിരിക്കും അല്ലേ. ബാങ്ക് റെക്കൺസീലിയേഷൻ അല്ലെ BRS എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ കോളേജിൽ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്കറിയാം എന്തിനാണ് ഈ ബാങ്ക് റെക്കൺസീലിയേഷൻ ഉള്ളത്. പല കാര്യങ്ങൾ കൊണ്ടും നമ്മുടെ ബുക്കിലെ ബാങ്ക് അക്കൗണ്ടും ബാങ്കിൻ്റെ പാസ്ബുക്കും തമ്മിൽ ഡിഫറൻസസ് ഉണ്ടാവും. ഇത് റെക്കൺസീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല കമ്പനികളും ഇപ്പം അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ബാങ്ക് റെക്കൺസീലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നതും ഈ സോഫ്റ്റ്വെയർസ് വഴി തന്നെയാണ്. അപ്പോൾ ഇത് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണെങ്കിലും മാനുവലായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഒരു ജൂനിയർ അക്കൗണ്ടൻറ്റിൻ്റെ ഒരു മേജർ റെസ്പോൺസിബിലിറ്റിയാണ് ഈ ബാങ്ക് റെക്കൺസീലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുക, ഇത് റെക്കൺസൈൽ ചെയ്ത് വെക്കുക എന്നുള്ളത്. നാലാമത്തെ നിങ്ങളുടെ ഒരു മേജർ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ക്യാഷ് മാനേജ്മെൻ്റ് ആയിരിക്കും. അപ്പോൾ പല റീസൺസ് കൊണ്ടും നിങ്ങളുടെ ബിസിനസ്സിൽ ക്യാഷ് കുറച്ച് ഹാൻഡിൽ ചെയ്യേണ്ടി വരും. പെറ്റി ക്യാഷ് പേ ചെയ്യാനും ചെറിയ ചെറിയ എക്സ്പെൻസസ് പേ ചെയ്യാനും. അപ്പോൾ ഈ ക്യാഷ് ഹാൻഡ്ലിങ്ങും ഇതിൻ്റെ അക്കൗണ്ടിങ്ങും ഇപ്പോൾ ക്യാഷ് കളക്ഷനുള്ള ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ അത് പിറ്റേന്ന് ചിലപ്പോൾ കൊണ്ട് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നതും എല്ലാം നിങ്ങളുടെ ഒരു മേജർ റെസ്പോൺസിബിലിറ്റി ആയിട്ട് വരും. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ട്രാക്ക് ചെയ്ത് ഇത് കറക്റ്റായിട്ട് അക്കൗണ്ട് ചെയ്യുക എന്ന് പറയുന്നത് നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇനി അവസാനത്തതും അഞ്ചാമത്തതുമായിട്ടുള്ള നിങ്ങളുടെ മേജർ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ്. എന്തിനു വേണ്ടി ഈ ബിസിനസ്സുകാർ ഈ ബിസിനസ് നടത്തുന്നത്? ഇത് കുറച്ച് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ബിസിനസ്സാണ്, ഒരു പരിപാടിയാണ് അല്ലേ. അപ്പോൾ ഈ മാനേജ്മെൻറ്റിന് കണ്ടിന്യൂസ് ആയിട്ട് ബിസിനസ് പെർഫോമൻസ് മോണിറ്റർ ചെയ്യാനുണ്ടാവും.
ഇതിന് വേണ്ടിയിട്ട് കുറേ റിപ്പോർട്ടും ഫിനാൻഷ്യൽ ഡാഷ്ബോർഡുകളും എല്ലാം നിങ്ങളോട് ഉണ്ടാക്കാൻ പറയും. ഇപ്പോൾ കുറച്ച് എക്സാമ്പിൾസ് പറയുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഉള്ള സെയിൽസ്, കഴിഞ്ഞ വർഷമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഉള്ള പ്രോഫിറ്റിൻ്റെ റേഷ്യോ, ഇനി ഒരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ബഡ്ജറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ബഡ്ജറ്റും ആക്ച്വൽസുമായിട്ടുള്ള ഡിഫറൻസ്, അക്കൗണ്ട്സ് റിസീവബിൾ എന്തോരമുണ്ട്, പേയബിളിൻ്റെ സ്റ്റേറ്റസ് എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കുറച്ച് റിപ്പോർട്ട്സ് റെഗുലർ ബേസിസിൽ മാനേജ്മെൻറ്റിന് നിങ്ങൾ കൊടുക്കേണ്ടതുണ്ട്. ഈ റിപ്പോർട്ടുകൾ ആവശ്യാനുസരണം ഉണ്ടാക്കി അതിൻ്റെ ഡേറ്റ എല്ലാം കറക്റ്റാന്ന് ക്രോസ് ചെക്ക് ചെയ്ത് കറക്റ്റ് ടെംപ്ലേറ്റിൽ കറക്റ്റ് ടൈമിനത് മാനേജ്മെൻറ്റ് എത്തിക്കുക എന്ന് പറയുന്നത് നിങ്ങളെപ്പോലെ ഒരു ജൂനിയർ അക്കൗണ്ടൻറ്റിൻ്റെ വേറൊരു 5ാമത്തെ മേജർ ഫങ്ഷനാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഒരു ജൂനിയർ അക്കൗണ്ടൻറ്റിൻ്റെ മേജർ റെസ്പോൺസിബിലിറ്റീസ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അതുപോലെ തന്നെ ഒരു ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ ഹെൽത്തിന് ഒരു ജൂനിയർ അക്കൗണ്ടൻറ്റിൻ്റെ പങ്ക് ഒഴിച്ചുകൂടാനാവാത്തതെന്നുള്ളതും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അല്ലേ. ഡേ ടു ഡേ ട്രാൻസാക്ഷൻസ് കണ്ടക്ട് ചെയ്യുന്നത് മുതൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത് വരെ ഒരു അക്കൗണ്ടൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് ബിസിനസ്സിൻ്റെ ഒരു എഫക്റ്റീവായിട്ടുള്ളൊരു ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ബാക്ക് ബോൺ ആണെന്ന് തന്നെ പറയാം. അപ്പോൾ ഇത് കൃത്യമായിട്ട് ചെയ്യുന്നതിലൂടെ ജൂനിയർ അക്കൗണ്ടൻസ് അവരുടെ സ്വന്തം കരിയർ ഗ്രോത്തിന് ഒരു വഴിയൊരുക്കുക. അതിനോടൊപ്പം തന്നെ അവരുടെ ഓർഗനൈസേഷൻ്റെ സക്സസ്സിലും വലിയൊരു പങ്കാണ് ഈ അക്കൗണ്ടൻസ് വഹിക്കുന്നത്. അപ്പോൾ നല്ലൊരു കരിയറിനായിട്ട് ഈ വീഡിയോയിൽ പറഞ്ഞേക്കുന്ന ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ എ സക്സസ്ഫുൾ കരിയർ.